വലിയ നോമ്പിലെ 13-ാം ദിവസം ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. ശിഷ്യന്മാർ ദേവാലയത്തിൻ്റെ ഭംഗിയെ, അതായത് അതിൻ്റെ കൂറ്റൻ കല്ലുകൾ, വളരെ ആകർഷണീയമായ ഘടന, പ്രകടമായ ശക്തി, ഇവയൊക്കെ ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയം ശാശ്വതവും സുരക്ഷിതവുമാണെന്ന ഒരു മിഥ്യമായ ബോധ്യമുണ്ട്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. അതായത് അവരുടെ സുരക്ഷിതത്വ ബോധത്തെ ഈശോ ഇളക്കി മറിക്കുകയാണ്. യഹൂദരെ സംബന്ധിച്ച് ഈ ദേവാലയം വളരെ പ്രധാനപ്പെട്ടതാണ്. It represented their identity, stability and religious pride. എന്നിരുന്നാലും ഈശോ അവരെയും നമ്മയും ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായവയൊക്കെയും താൽക്കാലികമാണ്, അവയൊന്നും ശാശ്വതമല്ല. ശാശ്വതമായി നമുക്ക് തോന്നിയേക്കാം, പക്ഷേ തകർന്ന് വീഴാനുള്ള സാധ്യതയാണ് കൂടുതൽ. ദേവാലയം ദുഷിച്ചതല്ല, അത് വിശുദ്ധമായിരുന്നു. എന്നാൽ അതിൽ വസിക്കുന്ന ദൈവത്തെക്കാൾ അതിൻ്റെ ഘടനയിലും സൗകുമാര്യതയിലും ഒക്കെ വിശ്വസിക്കുമ്പോൾ അതൊരു വ്യാജ സുരക്ഷയായിട്ട് മാറും. നോമ്പുകാലം എന്നത് ഒരുപക്ഷെ ക്രിസ്തു നമ്മോട് ഇതേ കാര്യം സംവേദിക്കുന്ന സമയമാണ്. നാം കെട്ടിപ്പടുക്കുന്ന ചില സോ കോൾഡ് ക്ഷേത്രങ്ങളെ ഒത്തിരി പുകഴ്ത്തുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ നേട്ടങ്ങൾ, പദ്ധതികൾ, ജോലി, സമ്പാദ്യം, പ്രശസ്തി, ആത്മീയമായ പ്രതിച്ഛായ, ഇവയൊക്കെ നല്ലതാണ്. ഇതൊക്കെ ഉറപ്പുള്ളതും സുരക്ഷിതവുമാണെന്നുള്ള ഒരു മിഥ്യാധാരണ നമുക്കുണ്ട്. എന്നാൽ ഈശോ ഉറച്ച മുന്നറിയിപ്പ് നമുക്ക് തരികയാണ്. നിങ്ങളുടെ ഹൃദയം അവിടെയാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ, അതായത് നീ കെട്ടിപ്പടുത്ത ഈ ലോകത്തിൻ്റെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അവയൊക്കെ കാലക്രമേണ തകരും എന്ന്. ഈ ലോകത്തിലെ ദൃശ്യമായിട്ടുള്ളവയെല്ലാം ദുർബലമാണ്. നമ്മുടെ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും നാം കെട്ടിപ്പടുക്കുന്നവയൊക്കെ തകർന്നേക്കാം. ഇതൊരു ഭീഷണിയല്ല. ഈശോ ശിഷ്യന്മാരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയുമല്ല, മറിച്ച് അവനവരെ ഒരുക്കുകയാണ്. കല്ലുകളിലും ഈ ലോക യാഥാർത്ഥ്യങ്ങളിലുമല്ല, മറിച്ച് തന്നിൽ വേരൂന്നിയതാകണം ക്രിസ്തീയ ജീവിതമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ സുരക്ഷിതത്വങ്ങൾ ഇളകാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. നമ്മുടെ അടിത്തറ കുറെ കൂടി ബലവത്താക്കാൻ. ചിലപ്പോൾ നഷ്ടം പോലെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ദൈവം അനുവദിക്കുന്ന ശുദ്ധീകരണമാണ്. നോമ്പുകാലം ഒരു വിമുക്തിയുടെ, ഡിറ്റാച്ച്മെൻറ്റിൻ്റെ അവസരമാണ്. നമ്മുടെ മിഥ്യാധാരണയിൽ നാം സുരക്ഷിതമെന്ന് കരുതി പണിതുയർത്തിയ അടിത്തറയുടെ കല്ലുകളെ കണ്ടെത്താനുള്ള സമയം, അവയെ ഇളക്കി മറിക്കാനുള്ള സമയം, ശരിയായ അടിത്തറയിൽ പണിയപ്പെടാനുള്ള സമയം. തകർക്കപ്പെടാൻ സാധ്യമല്ലാത്ത ഒരേ ഒരു അടിത്തറയേ ഉള്ളൂ, അത് ക്രിസ്തു തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.